ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. ഒരു റീയൂസ് ഐഡിയ. അപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്ന് എന്തുണ്ടാക്കാം? ഒരു നല്ലൊരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കാം. അതും വളരെ സിമ്പിളായിട്ടുള്ളതാണ്. എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. ഇതുപോലുള്ള 2 ബോട്ടിൽസാണ് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, ആ 3 ഭാഗങ്ങളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ഒരു കത്തിയോ കത്രികയോ ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കുപ്പിയുടെ വായ്ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അവിടെ ഇത്തിരി കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ 2 ഭാഗങ്ങൾ നമ്മൾ ആ ബോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ബോട്ടിലും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ വായ്ഭാഗം മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ വരച്ച് കൊടുത്തിട്ട് ആ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് 3ഉം കൂടി ചേർത്ത് ഒട്ടിക്കണം. അപ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് പതുക്കെ നമുക്കെല്ലാതും കൂടി ഒപ്പം വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്കിപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് കിട്ടിയിരിക്കുന്നത്. ഇത് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും നമുക്ക് ആക്കാം കേട്ടോ. കുറച്ചും കൂടി വലിയ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ഇത്തിരി ഹൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഡെക്കറേറ്റ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ഒരു ഭംഗി ഇരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് നമ്മുടെ വുളൻ ത്രെഡോ അല്ലെങ്കിൽ ജൂട്ടിൻ്റെ പീസസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. പഴയ തുണി ഉണ്ടെങ്കിൽ എടുക്കാം. ഗ്ലിറ്റർ പൗഡർ എടുക്കാം. അങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഭംഗിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഗ്ലിറ്റർ പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 കളർ ഗ്ലിറ്റർ പൗഡറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് റെഡ് കളറാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഫെവിക്കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഉൾഭാഗത്ത് നമ്മൾ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടി ഞാൻ ഈ റെഡ് കളർ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലിറ്റർ പൗഡർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്ന് തട്ടി കൊടുത്താൽ എക്സസ് ആയിട്ടുള്ളത് പൊയ്ക്കോളും. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ സിൽവർ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും കൂടി ചെയ്തിട്ടൊന്ന് കാണാം. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ സിൽവർ കളർ ഇട്ട് കൊടുത്തത് കേട്ടോ. ഒരു 3-4 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിക്കോളും. അങ്ങനെ നമ്മൾ അടിഭാഗത്ത് സിൽവർ കളറും മുകളിൽ റെഡ് കളറും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ട് എന്തെങ്കിലും അവിടെ പറ്റി പിടിച്ചിരിക്കുന്ന ഗ്ലിറ്റർ പൗഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോളും. പിന്നെ ഇത് നമ്മൾ തൊടുമ്പോൾ നമ്മുടെ കൈമാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെയിം അളവിൽ നമ്മുടെ ഫെവിക്കോളും വാട്ടറും എടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിതിൽ തൊട്ടാലും നമ്മുടെ കൈമഴ അത് പറ്റി പിടിക്കില്ല കേട്ടോ, ഉറപ്പാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഡൗട്ടുള്ളവർ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതേപോലെ തന്നെ ഗ്ലിറ്റർ പൗഡർ യൂസ് ചെയ്തിട്ട് ഒരു ബോട്ടിൽ ഒട്ടിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്നും കൂടി ഭംഗിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ലേസുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ പഴയ ലേസുകളൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ പഴയ ഉടുപ്പുമ്പോഴോ ചുരിദാറുമ്പോഴോ ഒക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പഴയ മാലമുത്തുകളൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ഗ്ലിറ്റർ പൗഡർ യൂസ് ചെയ്ത കാരണം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് 1-2 ദിവസം വേണ്ടി വന്നു എന്നല്ലാണ്ട് നമുക്കിതിന് വേറെ പ്രത്യേകിച്ചൊരു പണിയില്ല. ഈസിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.